നമുക്കിപ്പം പി ശ്യാംരാജ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാംരാജ്, ഈ വാർത്താ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ മറ്റൊരു ബലാത്സംഗ പരാതി കൂടി ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഉയർന്ന പരാതിക്ക് സമാനമായ പരാതിയാണ് ഇതും. അതിക്രൂരമായ ബലാത്സംഗം ആ പെൺകുട്ടി നേരിട്ടു. ശരീരത്താകെ മുറിവായിരുന്നു. അങ്ങനെ ആ കുട്ടി നേരിട്ട അതിക്രൂരമായ അതിക്രമങ്ങൾ ആ പെൺകുട്ടി 23-കാരി KPCC അടക്കം പരാതി നൽകിയിട്ടുണ്ട്. KPCC ഈ പരാതി ശരിവെക്കുന്നുമുണ്ട്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. നമ്മൾ കണ്ടതാണ് കോൺഗ്രസുകാർ എങ്ങനെയാണ് ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സംരക്ഷിച്ചു പോകുന്നത് എന്നുള്ളത്. പറയൂ ശ്യാംരാജ്, എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ ഇമാതിരി ആളുകളെയൊക്കെ ഈ പാർട്ടിയുടെ ചുമതലയിൽ വെച്ചിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി തന്നെയാണ് പ്രശ്നം. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉയർന്നു വന്നപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ അയാളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. ഇയാൾക്കെതിരെയുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പരാതികൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ മാധ്യമങ്ങളും നമ്മൾ പൊതുപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾക്ക് അപ്പുറമുള്ള പരാതികൾ ഈ പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടെന്നേ. അപ്പൊ അന്നൊക്കെ ഇയാളെ സംരക്ഷിക്കുന്ന നടപടിയാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നിൽക്കക്കള്ളി ഇല്ലാതെ വിഷയങ്ങൾ പുറത്തു വന്നപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തപ്പോൾ പൊതുജനം എതിരാക്കിയപ്പോഴത്തേക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ. ആ അതിജീവിതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള സന്ദീപാരെ പോലുള്ള ആളുകൾ പുറത്ത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കലാണ്. അവരുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു കൊടുത്തു എന്ന് പറയുന്നു. അപ്പൊ അത്തരത്തില് ഏതെങ്കിലും മറ്റ് രീതിയിലുള്ള ആ പെൺകുട്ടികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി ആ ഒരു കോൺഗ്രസ് പാർട്ടിയെ തയ്യാറാവുന്നില്ല. അവിടെയാണ് ഈ പ്രശ്നം ഇരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ള ഒരു ഫ്രോഡ്, അയാൾ ഈ സ്വഭാവക്കാരനാണെന്നുള്ള പരാതി വ്യക്തമായിട്ട് കിട്ടിയതല്ലേ. ഇപ്പൊ പ്രതിപക്ഷ നേതാവിന് കിട്ടിയതാണ്, KPCC പ്രസിഡന്റിന് കിട്ടിയതാണ്, മുതിർന്ന നേതാക്കന്മാർക്ക് മുഴുവൻ കിട്ടിയതാണ്. എന്നിട്ടൊന്നും അന്ന് നടപടിയെടുക്കാത്തത്? അന്ന് നടപടിയെടുക്കാതെ അയാളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും അയാൾക്ക് ഇരപിടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കി കൊടുക്കുക ഈ പാർട്ടി ചെയ്തത്. ഇപ്പൊ തുടക്കത്തിൽ തന്നെ ലഭിച്ചിട്ടുള്ള പരാതികൾക്ക് അനുസൃതമായിട്ട് ഇയാൾക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇയാളെ താക്കീത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും കൂടുതലായിട്ടുള്ള പെൺകുട്ടികൾ അതിനകത്ത് ഉൾപ്പെടില്ലായിരുന്നു. ഇത് അയാൾക്ക് ഇര പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഈ പരാതിക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് വ്യാജമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് അവർക്കെതിരെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്ന ഗുണ്ടാ സംഘങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടം സംഘം വളർന്നിട്ടില്ലേ? ഗുണ്ട മാത്രമല്ല, ക്രിമിനൽ സംഘങ്ങളായിട്ട് വളർന്നിട്ടില്ലേ? അപ്പൊ അതിനൊക്കെ ആ ക്രിമിനൽ സംഘത്തെ ഇങ്ങനെ പരിപോഷിപ്പിച്ചതും വെച്ച് നട്ടു വളർത്തിയതും ഒക്കെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അപ്പോ നിലവിൽ ഉയർന്നു വരുന്ന മുഴുവൻ വിഷയങ്ങളിൽ നിന്നും ആ പാർട്ടിക്ക് തലയുയരാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പോലുള്ളൊരു ഫ്രോഡ്, അയാള് ഇത്രമാത്രം ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ എനിക്ക് തോന്നുന്നു നമുക്കൊന്നൊരു പൊതുമധ്യത്തിൽ പറയാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ഈ പാർട്ടിക്കകത്ത് എങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുക? അപ്പൊ വെച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അതിനകത്ത് പ്രതികരണം തുടങ്ങുന്നത്. അതോടൊപ്പം ഇപ്പൊ ഇയാളെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് കേരള പോലീസിന്റെ പണി എന്താന്ന് ഇത് രണ്ടുപേരും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പോലും ഇന്ത്യ സഖ്യം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ? സത്യത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് കേരളത്തിൽ യഥാർത്ഥ ഇന്ത്യ മുന്നണിയുള്ളത്. അയാളെ ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, അയാൾക്ക് പൊസിഷൻ കൊടുക്കുന്ന, പോസ്റ്റ് കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും, മറുവശത്ത് അയാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കേരള പോലീസുമാണ്. നോക്കി, കേരള പോലീസിന്റെ മൂക്കിന്റെ തുമ്പത്തുനിന്നല്ലേ അയാൾക്കെതിരെ ഈ പരാതി ഉയർന്നു വരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന സമയത്ത് അയാളെ കണ്ണാടി പഞ്ചായത്തിലുണ്ടെന്ന് പാലക്കാട്. എന്ത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഇരുന്നൊരു പരാതി വരുമ്പോഴത്തേക്ക് അയാളെ അറസ്റ്റ് ചെയ്യാൻ പറയാൻ എത്രമാത്രം താമസമുണ്ടോ? ഇത് ഇത്ര ദിവസങ്ങളിലപ്പ ഇപ്പൊ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയിലാണ്. അയാൾ കർണാടകത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷേ നാളിതുവരെയായിട്ടും കേരള പോലീസിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത എന്താ? ആളുകൾക്ക് അറിയാത്ത ആളാണ് ഇയാളും. സുകുമാരക്കുറുപ്പിനെ പോലെ വേഷം മാറിപ്പോവും? അതൊന്നും ഇല്ലല്ലോ. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് രക്ഷപ്പെടാനുള്ള വഴി കൊടുത്ത സംസ്ഥാന സർക്കാരും കേരള പോലീസും, മറുവശത്ത് അയാൾക്ക് ഇത്തരത്തിലുള്ള ഈ ക്രൂരതകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയും, ഇരുവരും ചേർന്നിട്ടുള്ള കേരളത്തിലെ ഇന്ത്യ മുന്നണിയുടെ ഒരു ഏറ്റവും മലീമസമായിട്ടുള്ള ഒരു സഖ്യമാണ് ഇവിടെ കണ്ടത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. രാമരാജ്, ഈ വിഷയത്തിൽ പോലും ഗൂഢാലോചന നടത്തി MLA കുടുക്കിയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്തായാലും MT രമേശിനെ പോലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഇത് വീരപ്പനൊന്നും അല്ലല്ലോ. ഈ MLA കണ്ടാൽ തിരിച്ചറിയാത്തവരായിട്ട് ആരുമില്ല. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വായിൽ വീരവാദം പറഞ്ഞിരുന്ന വ്യക്തിയാണ്. എന്തായാലും നാളെ ജാമ്യാപേക്ഷ വരുമ്പോൾ അറിയാം ഇനി ഈ പുള്ളി പൊങ്ങുമോ ഇല്ലയോ എന്നുള്ളത്. ജാമ്യാപേക്ഷയ്ക്കുള്ള അവസരം ഇവർ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്ത് ചേട്ടൻ ചോദിച്ച പോലെ തന്നെ ഞാൻ ചോദിച്ചു, ഇയാളെ സുകുമാരക്കുറിപ്പൊന്നും അല്ലല്ലോ. സുകുമാരക്കുറിപ്പിന്റെ കാലഘട്ടത്തിലാണോ? അല്ലല്ലോ. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ ഇത്രമാത്രം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി, കേരളത്തിലെ MLA കുപ്രസിദ്ധമായിട്ട് തന്നെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തി, MLA ആയിട്ടൊരു വ്യക്തിയെ കണ്ടുപിടിക്കാൻ പറ്റൂല. എവിടേക്കോ കേട്ട് ലുക്കൗട്ട് നോട്ടീസ് പ്രദർശിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ഏത് ലുക്കൗട്ട്, എവിടുത്തെ ലുക്കൗട്ട്? ഒരു ലുക്കൗട്ട് ഇവർ പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ല. കാലം വേറെയാണെന്ന്. ഇത് സുകുമാരക്കുറിപ്പിന്റെ കാലമൊന്നുമല്ല.
സുഖമായിട്ട് കേരളത്തിൽ നിന്ന് രാഹുലിനെ പോലെ ഒരു MLA അയാൾ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാമെങ്കിൽ കേരള പോലീസിന് വളരെ എളുപ്പത്തിൽ പിടിക്കാവുന്നതേ ഉള്ളൂന്നേ. പക്ഷെ ഇവര് പിടിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ എന്താ ചെയ്യാ? കേരള പോലീസ്, പിണറായി വിജയന്റെ പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കണ്ട. അവിടെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അതാണ് ഞാൻ തുടക്കത്തിൽ പറയുന്നത്. ഇന്ത്യ മുന്നണി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അയാളെ ഒരു വശത്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഇവര്. അപ്പൊ അതുകൊണ്ട് ഇത് ഇരു കൂട്ടരും അറിയാതെ, ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിയിലെ ഒരുപാട് നേതാക്കന്മാർ കൃത്യമായിട്ടുള്ള അയാളെ പേടിയല്ലേ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഈ ക്രിമിനൽ ഗ്യാങ്ങിനെ കോൺഗ്രസ് പാർട്ടിയിലെ സീനിയർ നേതാക്കന്മാർക്ക് പേടിയല്ലേ? അല്ല പിന്നെ ഇവരെന്താ തിരുത്താൻ വേണ്ടിയിട്ട് നോക്കാത്തത്? എന്താ പ്രതിപക്ഷ നേതാവൊക്കെ രാവിലെ മുതലും രാത്രി വരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇരുന്നിട്ട് വലിയ ഡയലോഗ് അടിക്കുന്ന ആളുകളല്ലേ? ഇവർക്കെന്താ ഇയാളെ പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ ഒളിച്ചു കാണാൻ വേണ്ടി പറ്റുക? ആദ്യത്തെ പരാതി കിട്ടുന്നത് പ്രതിപക്ഷ നേതാവിനാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആദ്യ പരാതികൾ ഒന്ന് കിട്ടിയത് പ്രതിപക്ഷ നേതാവ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തേ നടപടി എടുക്കാത്തത്? അപ്പൊ അതൊന്നും ആ സമയത്ത് ചെയ്തിട്ടില്ലെന്നേ ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നുകിൽ ഇവരിതെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഗുണ്ടാ സംഘത്തെ, ഈ ക്രിമിനൽ സംഘത്തെ ഇവർ ഭയക്കുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്നുള്ള അതിന് മറുപടി വരുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷെ അതായത് കേരള പോലീസും അതോടൊപ്പം തന്നെ ഈ സർക്കാരും ചെയ്ത് വളരെ നിരുത്തരവാദപരമായിട്ടുള്ള നിലപാടാണ്. കാരണം ഇതുപോലെ ഒരു ക്രിമിനലിനെ അഴിഞ്ഞാടാൻ വിടുകയും അയാളെ അറസ്റ്റ് ചെയ്യാതെ അയാൾക്ക് ജാമ്യത്തിൽ ഇത് ഒരു സാമാന്യം നമ്മൾ ചോറ് തിന്നുന്ന മനുഷ്യനാണല്ലോ, നമുക്കിതൊക്കെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അയാളുടെ ജാമ്യാപേക്ഷ കോടതിയിൽ എത്തുന്നിടം വരെ അയാളെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയുമാണ് കേരള പോലീസ് ചെയ്യുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ്. ആളുകൾ വെച്ചാൽ കേരള പോലീസും ആഭ്യന്തര വകുപ്പ് അറിഞ്ഞുകൊണ്ട് തന്നെ ഉള്ള പ്രവർത്തനങ്ങളാണ്. അപ്പൊ അതിന് ജനങ്ങൾ തക്കതായിട്ടുള്ള തിരിച്ചടി കൊടുക്കും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. തീർച്ചയായും ശ്യാംരാജ്, എന്തായാലും ഒരു CPM കോൺഗ്രസ് ഗൂഢാലോചന ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒളിവ് ജീവിതത്തിന് സഹായകം ആകുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹം സംശയിച്ചാൽ അതിൽ അതിശയോക്തി ഇല്ല എന്നുള്ളതാണ്. 6 ദിവസമായി ഒരു MLA തിരഞ്ഞ് നമ്മുടെ